അതേ ദിവസം ആ കാട്ടിൽ 3 പുതിയ ലേഡി ബഗുകൾ ജനിക്കുന്നു. പറക്കാൻ അവരെ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കുന്നു. പക്ഷേ ചിറകുകൾ ഉപയോഗിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ലേഡി ബഗുകളിൽ ഒന്ന് താഴെ വീഴുകയും ഒരു ചെറിയ ഈച്ച അവനെ കളിയാക്കുന്നത് കേൾക്കുകയും ചെയ്യുന്നു. ഈച്ച പോയ ശേഷം ലേഡി ബഗ് വീണ്ടും പറക്കാൻ ശ്രമിക്കുകയും ബാക്കിയുള്ള കുടുംബത്തോടൊപ്പം കാട് ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നു. മിനിറ്റുകൾക്ക് ശേഷം ഒരു കുളത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ ലേഡി ബഗ് അതേ ഈച്ചയെ വീണ്ടും കണ്ടുമുട്ടുന്നു. വീണ്ടും ആ പ്രാണി അവനെ നോക്കിച്ചിരിക്കുന്നു. ദേഷ്യം വന്ന ലേഡി ബഗ് ആ ജീവിയെ പിന്തുടരുന്നു. പക്ഷെ ഒരു കെണിയിൽ വീഴുന്നു. പ്രാണികൾ നിലത്തിറങ്ങുമ്പോൾ ഈച്ചയുടെ ബന്ധുക്കൾ വന്ന് ലേഡി ബഗിനെ വളയാൻ ശ്രമിക്കുന്നു. ആ നിമിഷം ആ പാവം രക്ഷപ്പെടാൻ ശ്രമിച്ചു പറന്നുയരുന്നു. പക്ഷേ ഈച്ചകളുടെ സംഘം അവനെ പിന്തുടരുന്നു. രക്ഷപ്പെടുന്നതിനിടയിൽ അവൻ ഒരു പാറയിൽ ഇടിക്കുകയും പാറയുടെ അടിയിൽ ഒളിച്ച ഒരു കുഴിയിലേക്ക് വീഴുകയും ചെയ്യുന്നു. വീഴുന്നതിനിടയിൽ ലേഡി ബഗിന് ഒരു ചിറക് നഷ്ടപ്പെടുകയും അവൻ ബോധരഹിതനാവുകയും ചെയ്യുന്നു. തങ്ങളുടെ ശത്രു കൊല്ലപ്പെട്ടോ എന്ന് പരിശോധിക്കാൻ ഈച്ചകൾ അവിടേക്ക് പോകുന്നു. ബോധരഹിതനായ പ്രാണിയെ കണ്ടെത്തിയപ്പോൾ അവർ സ്ഥലം വിടാൻ തീരുമാനിക്കുന്നു. മണിക്കൂറുകൾ കടന്നുപോകുന്നു. കൊടുങ്കാറ്റോടെ രാത്രി വരുന്നു. ലേഡി ബഗ് ഒടുവിൽ ഉണരുമ്പോൾ തനിക്ക് പറക്കാൻ കഴിയില്ലെന്ന് അവൻ മനസ്സിലാക്കുന്നു. തന്നെ നോക്കുന്ന 100 കണക്കിന് കണ്ണുകൾ കണ്ട് ഭയന്ന് കൊടുങ്കാറ്റിൽ നിന്ന് ഒളിക്കാൻ സുരക്ഷിതമായ ഒരിടം തേടി അവൻ കാട്ടിലൂടെ നടക്കാൻ തീരുമാനിക്കുന്നു. ചില കോണുകളുടെ അടിയിൽ ഒളിക്കാൻ പ്രാണി ശ്രമിക്കുന്നു. എന്നാൽ ഭയങ്കരമായ ഒച്ചയുള്ള ഒച്ചുകൾ ആ പ്രദേശം കൈയടക്കിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ അവിടം വിടേണ്ടി വരുന്നു. കുറച്ച് മീറ്ററുകൾ മുന്നോട്ട് പോയപ്പോൾ ലേഡി ബഗ് ഒരു ക്യാൻ കണ്ടെത്തുകയും അതിന്റെ അടപ്പിലെ ചെറിയൊരു ദ്വാരത്തിലൂടെ അതിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. അവൻ ഒറ്റയ്ക്കും ഭയന്നുമാണ് എങ്കിലും രാത്രി കഴിച്ചുകൂട്ടാൻ പറ്റിയ ഒരിടം അതാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. അടുത്ത ദിവസം രാവിലെ ആ ചെറിയവൻ കാനു ചുറ്റും നടക്കുന്ന പലതരം പ്രാണികളുടെ ശബ്ദം കേൾക്കുന്നു. ആ സ്ഥലം ഒരു നിധിപ്പുരയാണെന്നും ഭക്ഷണത്തിന്റെ വലിയ ഓഹരി ആർക്ക് കിട്ടുമെന്നതിനെ ചൊല്ലി എല്ലാവരും വഴക്കിടുകയാണെന്നും അവൻ പെട്ടെന്ന് കണ്ടെത്തുന്നു. ഒരു തീപ്പെട്ടി പോലും ഈ പ്രാണികൾക്കിടയിലെ തർക്കത്തിന് കാരണമാകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ഉറുമ്പുകൾ ചില സാധനങ്ങളുമായി ആ സ്ഥലത്തേക്ക് അടുക്കുന്നു. ഈ സമയം മാൻഡിബിൾ അവിടെ രസകരമായ എന്തോ ഉണ്ടാവാമെന്ന് മനസ്സിലാക്കുകയും താൻ പോയി പരിശോധിക്കുന്നതുവരെ കാത്തിരിക്കാൻ തന്റെ ടീമിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പ്രാണിയെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ലേഡി ബഗ് ഒളിക്കാൻ വീണ്ടും കാനുള്ളിലേക്ക് പോകുന്നു. ഉറുമ്പ് അവനെ പിന്തുടരുന്നു. പഞ്ചസാരക്കട്ടയുടെ ഒരു കഷ്ണം കഴിച്ച ശേഷം ആ ചെറിയ ജീവിക്ക് ഊർജ്ജം കൂടുകയും ആ വിശുദ്ധ ഭക്ഷണം കോളനിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കാൻ തന്റെ കൂട്ടുകാരെ വിളിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഉറുമ്പുകൾ കാട്ടിൽ നിന്ന് ശേഖരിച്ച ഭക്ഷണം ഉപേക്ഷിക്കുകയും കാനു ചുറ്റും നിരന്ന് ആ സാധനം എടുത്തുകൊണ്ട് പോകുകയും ചെയ്യുന്നു. അതേസമയം എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ലേഡി ബഗ് ഉള്ളിൽ ഒളിച്ചിരിക്കുന്നു. ഉറുമ്പുകൾ കല്ലുകളുടെ ഒരു മതിൽ കടക്കാൻ ശ്രമിക്കുകയും കാന് ഉള്ളിലെ കട്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ മാത്രമാണ് എന്തോ കുഴപ്പമുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നത്. നിമിഷങ്ങൾക്കകം മാൻഡിബിളിനെയും കൊണ്ട് കാൻ മറിഞ്ഞു വീഴുകയും പഞ്ചസാരക്കട്ടകൾ പുറത്തേക്ക് തെറിക്കുകയും ചെയ്യുന്നു. ലേഡി ബഗും പുറത്തേക്ക് തെറിക്കുന്നു. പണിക്കാർ പഞ്ചസാര തിരികെ കാൻ ഉള്ളിലേക്ക് വെക്കുന്നതിനിടയിൽ നിലത്ത് മറന്നു കിടക്കുന്ന പ്രാണിയെ അവർ കണ്ടെത്തുകയും മാൻഡിബിൾ അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പരിഭ്രാന്തനായ ലേഡി ബഗ് സ്വയം രക്ഷിക്കാൻ അതീവ മാരകമായ ഒരു വാതകം പുറത്തുവിടുന്നു. ഇത് ഉറുമ്പിനെ ബോധരഹിതനാക്കുന്നു. അടുത്തതായി ഒരു പല്ലി പ്രത്യക്ഷപ്പെടുകയും ഇരയുടെ അടുത്തേക്ക് നടക്കുകയും ചെയ്യുന്നു. കാണാതിരിക്കാൻ ഉറുമ്പുകൾ പഞ്ചസാര കട്ടകൾക്ക് പിന്നിൽ ഒളിക്കുന്നു. എന്നിരുന്നാലും മാൻഡിബിളിനെ കണ്ടെത്തുകയും അവനെ വിഴുങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. പ്രാണിയെ രക്ഷിക്കാൻ വേണ്ടി ലേഡി ബഗ് കാന് ഉള്ളിലേക്ക് തിരിച്ചു പോവുകയും മൃഗത്തെ ഓടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഭയപ്പെടുത്തുന്ന ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു. ഭയന്ന ഉരകം സ്ഥലം വിടുകയും ഉറുമ്പുകൾക്ക് കാട്ടിൽ മറ്റൊരു ദിവസം അതിജീവിക്കാൻ കഴിയുകയും ചെയ്യുന്നു. തന്റെ കൂട്ടത്തെ രക്ഷിച്ചതിന് നന്ദിയായി മാൻഡിബിൾ ലേഡി ബഗിനെ ദത്തെടുക്കുകയും തന്റെ ടീമിന്റെ ഭാഗമാകാൻ അവനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ ചുവന്ന ചെറിയ വണ്ട് ഒറ്റയ്ക്കല്ല. കോളനിയിലേക്കുള്ള അവരുടെ നീണ്ട വഴിയിലൂടെ ഉറുമ്പുകൾ നടക്കുന്നത് തുടർന്നു. വിവിധ വെല്ലുവിളികൾ നേരിടുമ്പോഴും അവർ സ്ഥിരോത്സാഹികളായി നിലകൊള്ളുന്നു. പല മീറ്റർ അകലെയാണെങ്കിലും മാൻഡിബിളിന് തന്റെ ആന്റിനകൾ വഴി കോളനിയിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നു. താൻ ഉടൻ വീട്ടിലെത്തുമെന്ന് അവൻ അറിയിക്കുന്നു. ഭീമാകാരമായ സാധനവും വഹിച്ചുകൊണ്ട് തൊഴിലാളികൾ പാറയുടെ അടിയിലൂടെ നടക്കുമ്പോൾ ക്രൂരനായ ബ്യൂട്ടർ നയിക്കുന്ന ഒരു കൂട്ടം ചുവന്ന ഉറുമ്പുകൾ അവരെ കാണുന്നു. ബ്യൂട്ടറും സംഘവും ആ വഴി വളയുകയും ഭക്ഷണത്തിനു വേണ്ടി വഴക്കിടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ മാൻഡിബിൾ ഒരു പഞ്ചസാരക്കട്ട എടുത്ത് തന്റെ ശത്രുക്കൾക്ക് നൽകുന്നു. തുടർന്ന് കറുത്ത ഉറുമ്പുകളുടെ കൂട്ടം പോകുന്നു. പക്ഷേ ചുവന്ന ഉറുമ്പുകൾക്ക് ആ ചെറിയ കട്ടയിൽ തൃപ്തി വരുന്നില്ല. അവർ തങ്ങളുടെ എതിരാളികളെ പിന്തുടരാൻ തീരുമാനിക്കുന്നു. തന്റെ ടീം അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ മാൻഡിബിൾ ഒരു രക്ഷപ്പെടൽ പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. അതിൽ ഗുരുത്വാകർഷണത്തെ അനുകൂലമായി ഉപയോഗിച്ച് തന്റെ ടീമിലെ എല്ലാ അംഗങ്ങളോടുമൊപ്പം കാന്റെ മുകളിൽ മലയിറങ്ങുക എന്നതാണ്. എന്നാൽ ബ്യൂട്ടർ അത്ര പെട്ടെന്ന് കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. മലയിറങ്ങാൻ അവനൊരു തുരുമ്പിച്ച സോഡാ ക്യാൻ ഉപയോഗിക്കുന്നു. താമസിയാതെ രണ്ടു കൂട്ടരും ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയും ഒഴുക്കിൽപ്പെടുകയും ചെയ്യുന്നു. വഴിയിൽ ചില പാറകളിൽ തട്ടാതെ അവർക്ക് മുന്നോട്ട് പോകണം. ഒടുവിൽ ചുവന്ന ഉറുമ്പുകൾക്ക് തങ്ങളുടെ എതിരാളികളുടെ അടുത്തെത്താനും അവരിയ്ക്കുന്ന പാത്രം തള്ളിയിടാനും കഴിയുന്നു. ആ നിമിഷം ലേഡി ബഗ് വെള്ളത്തിൽ വീഴുകയും ഒരു മത്സ്യം പിന്തുടരുമ്പോൾ ഒഴുക്കിൽ ഒഴുകിപ്പോകുകയും ചെയ്യുന്നു. മത്സ്യം ഉയർന്ന വേഗതയിൽ നീന്തുന്നു. ഒടുവിൽ അവന്റെ തല ഒരു പാറയിലിടിക്കുന്നു. എന്നിരുന്നാലും അവൻ പെട്ടെന്ന് സുഖം പ്രാപിക്കുകയും വേട്ട തുടരുകയും ചെയ്യുന്നു. മത്സ്യം ലേഡി ബഗിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കറുത്ത ഉറുമ്പുകൾ ഒരു പാലം രൂപപ്പെടുത്താൻ ഒന്നിക്കുകയും വെള്ളത്തിൽ നിന്ന് തങ്ങളുടെ സുഹൃത്തിനെ പുറത്തേക്ക് വലിക്കുകയും ചെയ്യുന്നു. വെള്ളച്ചാട്ടത്തിന്റെ അറ്റത്തെത്തിയെന്ന് മനസ്സിലാക്കിയപ്പോൾ താഴേക്കുള്ള വീഴ്ചയിൽ നിന്ന് രക്ഷ നേടാൻ പ്രാണികൾ ഒളിക്കുന്നു. എന്നിട്ടും അവർ തനിച്ചല്ല. ആ വിചിത്ര മത്സ്യവും ചുവന്ന ഉറുമ്പുകളും തൊട്ടു പിന്നാലെ വരുന്നുണ്ട്. സോഡ ക്യാൻ മുങ്ങി മണലിൽ കുടുങ്ങുന്നു. അതിനാൽ സംഘം ബോട്ട് ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു. മത്സ്യത്തിനും അതേ വിധി സംഭവിക്കുന്നു. എന്നിരുന്നാലും അവന്റെ സ്ഥിതി ഇതിലും മോശമാണ്.
കാരണം അവന് സ്വന്തം തല മണലിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയുന്നില്ല. വെള്ളച്ചാട്ടത്തിന്റെ തീരത്തേക്ക് അടുക്കുമ്പോൾ മാൻഡിബിളും സംഘവും കാനുപേക്ഷിച്ച് കട്ടകൾ മാത്രം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. യാത്രക്കിടയിൽ ലേഡി ബഗ് തന്റെ പഴയ കുടുംബം കാട്ടിലൂടെ പറക്കുന്നത് കാണുകയും അവരോടൊപ്പം ചേരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും അവൻ ഇപ്പോഴും ഒരു ചിറകേ ഉള്ളൂ, അതിനാൽ പറക്കാൻ കഴിയില്ല. നിരാശനായ അവൻ വഴിയിലേക്ക് തിരികെ വരികയും വീണ്ടും ഉറുമ്പുകളുടെ കൂടെ കൂടുകയും ചെയ്യുന്നു. രാത്രിയിൽ അടുത്ത ദിവസം ദൗത്യം പൂർത്തിയാക്കാൻ ഊർജം ലഭിക്കുന്നതിനായി അവർക്ക് വിശ്രമിക്കാൻ സുരക്ഷിതമായ ഒരിടം കണ്ടെത്തേണ്ടതുണ്ട്. ചുവന്ന ഉറുമ്പുകൾ ഇപ്പോഴും പഞ്ചസാരയുടെ പിന്നാലെയാണെന്നും ശരിയായ നിമിഷത്തിനായി കാത്തിരുന്ന് തങ്ങളുടെ എതിരാളികളുടെ പാതകൾ പിന്തുടരുകയാണെന്നും അവർ അറിയുന്നില്ല. ഭാഗ്യവശാൽ തന്റെ കൂട്ടുകാർ പിന്തുടരപ്പെടുന്നുണ്ടെന്ന് ലേഡി ബഗ് മനസ്സിലാക്കുകയും കൃത്യസമയത്ത് മാൻഡിബിളിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. കറുത്ത ഉറുമ്പുകൾ റോഡ് മുറിച്ചു കടക്കാൻ ഓടുന്നു. ഒരു വാഹനം അടുക്കുന്നത് കാണുമ്പോൾ ബ്യൂട്ടറിന്റെ സംഘം ഭയന്ന് പറന്നുയരുന്നു. തങ്ങളുടെ നേതാവിനെ തനിച്ചാക്കി അവർ പോകുന്നു. അവർ കോളനിയിലെത്തുമ്പോൾ തൊഴിലാളികൾ ഭക്ഷണം അകത്തേക്ക് കൊണ്ടുപോകുന്നു. തന്റെ സുഹൃത്ത് ലേഡി ബഗ് അവിടെ സുഖമായിരിക്കുന്നില്ലെന്ന് മാൻഡിബിൾ മനസ്സിലാക്കുന്നു. കാരണം അവൻ മാത്രമാണ് വ്യത്യസ്തനായ പ്രാണി. അതിനാൽ മാൻഡിബിൾ തന്റെ സുഹൃത്തിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ക്ഷണിക്കുകയും ഈ വലിയ കുടുംബത്തിന്റെ ഭാഗമായി ലേഡി ബഗിന് തോന്നുന്നതിനായി കോളനിയുടെ ഓരോ ഭാഗവും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. തൊഴിലാളികൾ എല്ലാത്തരം ഭക്ഷണവും രാജ്ഞിക്ക് കൊണ്ടുവരുന്നു. അവൾ ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം ആ ഭീമനുറുമ്പ് ഒരു മുട്ടയിടുന്നു. ഇപ്പോൾ മാൻഡിബിളിന്റെ ഊഴമാണ് തന്റെ കാഴ്ച സമർപ്പിക്കാൻ. കട്ടയിൽ നിന്നൊരൽപ്പം കഴിച്ചുകൊണ്ട് രാജ്ഞിക്ക് ഊർജ്ജം നിറയുകയും അവൾ ഒരേ സമയം ആയിരക്കണക്കിന് മുട്ടകൾ പുറത്തുവിടുകയും ചെയ്യുന്നു. കോളനിക്ക് പുറത്ത് ബ്യൂട്ടർ ഒളിച്ചിരുന്ന് തന്റെ ശത്രുക്കൾക്കെതിരെ ഒരു കെണി ആസൂത്രണം ചെയ്യുന്നു. തന്റെ എതിരാളികളുടെ ദുർബലമായ പോയിന്റുകൾ നിരീക്ഷിച്ച ശേഷം ഉറുമ്പ് തന്റെ പുറ്റിലേക്ക് മടങ്ങുകയും രാജ്ഞിയുടെ മുറിയിലേക്ക് നടക്കുകയും ചെയ്യുന്നു. സംഭവിച്ച കാര്യങ്ങൾ രാജ്ഞിയെ അറിയിച്ച ശേഷം ആ ജീവി യുദ്ധം പ്രഖ്യാപിക്കാൻ നിർദ്ദേശിക്കുന്നു. തന്റെ ഉപദേഷ്ടാവിന്റെ വാക്കുകൾ കേട്ട് രാജ്ഞി തന്റെ തൊഴിലാളികളോട് ശത്രു കോളനിയെ ആക്രമിക്കാനും വിശുദ്ധ ഭക്ഷണം മോഷ്ടിക്കാനും ഒന്നിക്കാൻ ഉത്തരവിടുന്നു. ഉടൻ തന്നെ ആയിരക്കണക്കിന് ഉറുമ്പുകൾ വടികളും മുള്ളുള്ള ചെടികളും കൊണ്ട് ആയുധധാരികളായി നിരയായി നടക്കുന്നു. സന്ധ്യയോടെ ശത്രുരാജ്യത്തെത്തുക എന്നതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം സൈന്യം നേടുന്നു. സന്ധ്യാസമയത്ത് കറുത്ത ഉറുമ്പുകൾ കോളനി അടയ്ക്കുകയും വിശ്രമിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. ഉറങ്ങുമ്പോൾ ലേഡി ബഗ് തന്റെ കുടുംബത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നു. പൂച്ചെടികൾക്കടിയിലൂടെ പറന്ന് ചെടികളുടെ രുചികരമായ തേൻ നുണയുന്ന ദിവസത്തെക്കുറിച്ച് അവൻ സങ്കല്പിക്കുന്നു. പെട്ടെന്ന് സ്വപ്നത്തിനിടയിൽ പ്രാണി ഉണർന്ന് പുറത്തേക്ക് പോകുന്നു. ലേഡി ബഗ് തന്റെ ചിറകുകൾ പരിശോധിക്കുകയും വീണ്ടും പറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവന്റെ പുതിയ ചിറക് അപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ശരീരഭാരം ഉയർത്താൻ തക്ക ശക്തി അതിനില്ല. എന്നാൽ നിരുത്സാഹപ്പെടുന്നതിന് പകരം ആ ചെറിയ ചുവന്ന ലേഡി ബഗിന് പ്രതീക്ഷകൾ പുതുക്കുകയും തനിക്ക് ഉടൻ വീണ്ടും പറക്കാൻ കഴിയുമെന്ന ചിന്തയിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ കറുത്ത ഉറുമ്പുകൾ ഒരു ഭൂകമ്പത്തിന്റെ ശബ്ദം കേട്ട് ഉണരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്താൻ അവരെല്ലാം കോളനി വിട്ട് പുറത്തു വരുന്നു. ഉടൻ തന്നെ ശക്തമായ ശത്രുസൈന്യം എടുക്കുന്നത് അവർ കണ്ടെത്തുന്നു. ആ ഭ്രാന്തന്മാർ കവണകൾ, ചട്ടുകങ്ങൾ, കീടനാശിനികൾ എന്നിവയുമായി പ്രത്യക്ഷപ്പെടുന്നു. ഇതെല്ലാം കുറച്ച് പഞ്ചസാരക്കട്ടകൾക്ക് വേണ്ടിയാണ്. ചുവന്ന ഉറുമ്പുകൾ കവണകൾ ഉപയോഗിച്ച് എല്ലാത്തരം ആയുധങ്ങളും എതിരാളി കോളനിക്ക് നേരെ എറിയുന്നു. പക്ഷേ കറുത്ത ഉറുമ്പുകൾ ഈ ആക്രമണം വെറുതെ വിടുന്നില്ല. ആ രാക്ഷസന്മാരെ ഇല്ലാതാക്കാൻ അവർ പഞ്ഞി സ്റ്റിക്സും ആസ്പിരിനും എറിയുന്നു. എന്നിരുന്നാലും യുദ്ധത്തിൽ വിജയിക്കാനുള്ള സാധ്യത ഇപ്പോഴും വളരെ കുറവാണ്. തങ്ങളുടെ പ്രദേശത്തായിരുന്നിട്ടും ലോഹവസ്തുക്കളിൽ നിന്നുള്ള വെടിവയ്പിൽ തങ്ങളുടെ വീട് നശിപ്പിക്കപ്പെടുമെന്ന് കറുത്ത ഉറുമ്പുകൾ കണക്കിലെടുത്തില്ല. രാജ്ഞിയുമായി നടത്തിയ അടിയന്തര കൂടിക്കാഴ്ചയിൽ കോളനിയിൽ ചില ബോംബുകൾ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് മാൻഡിബിൾ കണ്ടെത്തുന്നു. ഇത് അവ ഉപയോഗിക്കാനുള്ള ശരിയായ നിമിഷമാണ്. ഉറുമ്പുകൾ തങ്ങളുടെ ആയുധശേഖരം കോളനിയുടെ മുകളിൽ വിതറുന്നു. അതേസമയം അവരുടെ ശത്രുക്കൾ ഒരു പൈൻ കോൺ ഉപയോഗിച്ച് കല്ലുവാതിൽ തകർക്കാൻ ശ്രമിക്കുന്നു. തീപ്പെട്ടിക്കുള്ളിലെ ഉപയോഗ നിർദ്ദേശങ്ങൾ വായിച്ച ശേഷം മാൻഡിബിൾ കയ്യിലുള്ള ഒരേയൊരു തീപ്പെട്ടി എടുക്കുകയും തീപ്പെട്ടിയുടെ അറ്റം പെട്ടിയുടെ വശത്ത് ഉരസി തീ കത്തിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവൻ തിരികളിലൊന്നിൽ തീ കൊളുത്തുന്നു. എല്ലാ വഴികളിലൂടെയും പറന്ന ശേഷം പടക്കം നിലത്തേക്ക് തിരികെ വരുന്നു. യാദൃച്ഛികവശാൽ ശത്രു സൈന്യത്തിന്റെ നല്ലൊരു ഭാഗം നശിപ്പിക്കുന്നു. എന്നിരുന്നാലും മാൻഡിബിളിന് ബാക്കിയുള്ള പടക്കങ്ങൾ കത്തിക്കുന്നതിന് മുൻപ് തീ കെട്ടുപോകുന്നു. ഇത് മനസ്സിലാക്കിയ ബ്യൂട്ടർ തന്റെ സൈനികരോട് ചട്ടുകങ്ങളും ബോംബുകളും എല്ലാ വഴികളിലേക്കും എറിഞ്ഞ് പൂർണ്ണ ശക്തിയോടെ ആക്രമിക്കാൻ ഉത്തരവിടുന്നു. സ്വയം പ്രതിരോധിക്കാൻ പടക്കങ്ങൾ ഉപയോഗിക്കുക മാത്രമാണ് തന്റെ കൂട്ടുകാർക്ക് അതിജീവിക്കാനുള്ള ഏക മാർഗമെന്ന് ലേഡി ബഗിനറിയാം. തീപ്പെട്ടിക്കുള്ളിലേക്ക് നോക്കുമ്പോൾ പഞ്ചസാരക്കട്ടകളോടുകൂടിയ കാനിരുന്ന കാടിന്റെ നടുവിൽ താൻ ഇതുപോലെ ഒന്ന് കണ്ടിട്ടുണ്ടെന്ന് അവൻ ഓർക്കുന്നു. ആ പെട്ടിയെടുക്കാൻ അങ്ങോട്ട് പോകാനുള്ള ആശയം ആ ചെറിയ ജീവിക്ക് ലഭിക്കുന്നു. സുരക്ഷിതമായി ലേഡി ബഗിനെ പുറത്തെത്തിക്കാൻ ഒരു ബിൽ ഉപയോഗിച്ച് ഒരു ചെറിയ വിമാനമുണ്ടാക്കാൻ തൊഴിലാളികളോട് നിർദ്ദേശിക്കുന്ന മാൻഡിബിളിൽ നിന്ന് അവന് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നു. ചുവന്ന ഉറുമ്പുകൾ ലേഡി ബഗിന് നേരെ കീടനാശിനി തളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ വിഷം തിരിച്ച് അവർക്ക് നേരെ തന്നെ വരുന്നു. അവരുടെ സൈന്യത്തിന്റെ ഒരു ഭാഗം ബോധരഹിതരാക്കുന്നു. വിമാനം ഉയരം കുറഞ്ഞു മറിയുമ്പോൾ ലേഡി ബഗിന് സ്വന്തമായി പറക്കാൻ കഴിയുന്നു. കാരണം അവന്റെ ചിറക് ആവശ്യത്തിന് വലുതായി വളർന്നിരിക്കുന്നു. ഈ നിമിഷം അവൻ കോളനിയുടെ ഏക പ്രതീക്ഷയായി മാറുന്നു. തുടക്കത്തിൽ എവിടെയാണോ എത്തിയത് അവിടേക്ക് തിരിച്ചു പോകാൻ പ്രാണി വിപരീത യാത്ര ചെയ്യുന്നു. ഭക്ഷണം കഴിക്കാൻ അവൻ കുറച്ചു നേരത്തേക്ക് നിർത്തുന്നു. തുടർന്ന് യാത്ര തുടരുന്നു. ഒടുവിൽ തന്റെ ചിറകുകൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചുവെന്ന് അവൻ മനസ്സിലാക്കുന്നു. പിക്നിക് സ്ഥലത്തെത്തുമ്പോൾ എല്ലാ ഭക്ഷണവും എടുത്തുകൊണ്ട് പോയെന്ന് ചെറിയ ചുവന്ന വണ്ട് മനസ്സിലാക്കുന്നു. പക്ഷെ തീപ്പെട്ടി അവിടെ തന്നെയുണ്ട്. അവൻ ആ സാധനം ഉയർത്താൻ ശ്രമിക്കുന്നു. പക്ഷെ അത്രയും ഭാരം അവന് വഹിക്കാൻ കഴിയില്ല. പെട്ടെന്ന് ഒരു ചെറിയ ചിലന്തി പ്രത്യക്ഷപ്പെടുന്നു. ലേഡി ബഗ് ഒളിക്കുന്നു. ചിലന്തി പെട്ടി എടുത്തു കൊണ്ടുപോകുന്നു. പക്ഷെ ലേഡി ബഗ് അതിനെ പിന്തുടരുന്നു.
കാരണം തന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ അവന് ആ തീപ്പെട്ടികൾ ആവശ്യമാണ്. വീണ്ടും ചെറിയ ലേഡി ബഗ് കാട് മുറിച്ചു കടക്കുന്നു. അത് രാത്രിയായിരിക്കുന്നു. ആ ചിലന്തി എവിടെയാണ് ആ സാധനം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് കണ്ടെത്താൻ അവൻ നടക്കുന്നത് തുടരുന്നു. രോമങ്ങളുള്ള ആ ജീവി ഒരു തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ പെട്ടി മോഷ്ടിക്കാൻ ഒരു വഴി കണ്ടെത്താൻ ലക്ഷ്യമിട്ട് ലേഡി ബഗ് ശ്രദ്ധയോടെ അതിലൂടെ നടക്കുന്നു. തുരങ്കത്തിന്റെ അറ്റത്തെത്തുമ്പോൾ ചിലന്തി ഒരു പാവകളുടെ വീടിനുള്ളിലാണ് താമസിക്കുന്നതെന്ന് കണ്ട് പ്രാണി അത്ഭുതപ്പെടുന്നു. ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ അവൻ നിശബ്ദമായി മുന്നോട്ടു പോകുന്നു. അതേസമയം ഒരു തവള വെള്ളക്കെട്ടിൽ ഒളിച്ചിരുന്ന് തന്റെ ഇരയെ വിഴുങ്ങാൻ ഒരവസരം കാത്തിരിക്കുന്നു. ലേഡി ബഗ് വീടിനുള്ളിലൂടെ നടക്കുന്നു. ചിലന്തി തീപ്പെട്ടികൾ തന്റെ വല നെയ്യാനുള്ള ഒരു ചട്ടക്കൂടായി ഉപയോഗിക്കുന്നത് കാണുന്നു. ആ നിമിഷം തവള ജനലിന്റെ അടുത്തായി പ്രത്യക്ഷപ്പെടുകയും തന്റെ ഒട്ടിപ്പിടിക്കുന്ന നാവ് പ്രാണിയുടെ നേർക്ക് നീട്ടുകയും ചെയ്യുന്നു. മോചനം നേടാൻ ലേഡി ബഗ് തീവ്രമായി ശ്രമിക്കുമ്പോൾ തവള അവനെ വലിച്ചിഴയ്ക്കുന്നു. ഈ അതിക്രമം മനസ്സിലാക്കിയപ്പോൾ ചിലന്തി ഭയപ്പെടുന്നു. ലേഡി ബഗ് വലിക്കപ്പെടുന്നതിനിടയിൽ ജനലിൽ മുറുകെ പിടിക്കുമ്പോൾ അടുത്ത നിമിഷങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. അതിന്റെ ഫലമായി വീട് തവളയുടെ മുകളിൽ വീഴുന്നു. വീഴ്ചയ്ക്ക് ശേഷം ലേഡി ബഗിന് ബോധം നഷ്ടപ്പെടുകയും വീണ്ടും തന്റെ കുടുംബത്തോടൊപ്പം കാട്ടിലൂടെ സ്വതന്ത്രമായി പറക്കാൻ കഴിയുന്ന ദിവസത്തെക്കുറിച്ച് അവൻ സ്വപ്നം കാണുകയും ചെയ്യുന്നു. അവൻ ഉണരുമ്പോൾ ചിലന്തി തന്നെ രക്ഷിച്ചുവെന്ന് അവൻ മനസ്സിലാക്കുന്നു. തന്റെ കൂട്ടുകാരന് കഴിക്കാൻ വേണ്ടി ചിലന്തി ഒരു പഴം നൽകുന്നു. ഭക്ഷണം കഴിച്ച ശേഷം തന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ തനിക്ക് ആ തീപ്പെട്ടികൾ കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് ചെറിയ ചുവന്നവൻ അവനെ അറിയിക്കുന്നു. അതിൽ തനിക്ക് പ്രശ്നമില്ലെന്ന് ചിലന്തി അവകാശപ്പെടുന്നു. ഇപ്പോൾ കുറച്ച് കമ്പുകൾ കുറവായതിനാൽ പെട്ടിക്ക് ഭാരം വളരെ കുറവാണ്. ലേഡി ബഗിന് പറക്കുന്നതിനിടയിൽ അത് വഹിക്കാൻ കഴിയും. ദൗത്യത്തിന്റെ ഒരു ഭാഗം പൂർത്തിയായതോടെ സമയത്തിന് കോളനിയിൽ പെട്ടി എത്തിക്കാൻ പ്രാണികൾക്ക് മറ്റൊരു നീണ്ട യാത്ര കൂടി നേരിടേണ്ടി വരും. കോളനിയിൽ എത്താൻ കൂടുതൽ സമയമെടുത്താൽ വൈകിപ്പോയേക്കാം. ചുവന്ന ഉറുമ്പുകൾ യുദ്ധത്തിൽ വിജയിച്ചിരിക്കും. യാത്രയുടെ പകുതിയിൽ മറ്റൊരു ലേഡി ബഗിനെ വളയുന്ന ഒരു കൂട്ടം പ്രാണികളെ ആ ചെറിയവൻ കാണുന്നു. ഇവരാണ് തന്റെ ചിറക് നഷ്ടപ്പെടാൻ കാരണമായ അതേ ഈച്ചകളെന്ന് അവൻ മനസ്സിലാക്കുന്നു. ദേഷ്യം വന്ന് അവൻ പെട്ടി താഴെ ഇടുകയും ആ ദുഷ്ടന്മാരെ നേരിടാൻ പോകുകയും ചെയ്യുന്നു. അവരെ കെണിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ലേഡി ബഗ് ഈച്ചകളിലൊന്നിന്റെ മുഖത്തേക്ക് ഒരു വാതകം പുറത്തുവിടുന്നു. ആദ്യ ശ്രമം പ്രാണികളെ ഒരു ചിലന്തി വലയിൽ കൊടുക്കുക എന്നതാണ്. പക്ഷെ അവർ അത്ര വേഗത്തിൽ പറക്കുന്നതിനാൽ വലയിലൂടെ കടന്നുപോകുന്നു. രണ്ടാമത്തെ തന്ത്രം അവരെ റോഡിലേക്ക് ആകർഷിക്കുക എന്നതാണ്. ഒരു കാർ എടുക്കുന്നത് കാണുമ്പോൾ ലേഡി ബഗ് അതിലേക്ക് പറക്കുകയും അവസാന നിമിഷം തെന്നിമാറുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഈച്ചകൾക്ക് തെന്നിമാറാൻ കഴിയാതെ വരികയും വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിൽ ഇടിച്ചു വീഴുകയും ചെയ്യുന്നു. ആ ദുഷ്ടന്മാരെ ഒഴിവാക്കിയ ശേഷം ലേഡി ബഗ് തന്റെ കൂട്ടുകാരൻ സുഖമായിരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ തിരികെ വരുന്നു. നന്ദി പ്രകടിപ്പിക്കാൻ അവനൊരു ചുംബനം ലഭിക്കുന്നു. തുടർന്ന് ആ ജോലി വിടവാങ്ങുന്നു. കാരണം ആ ചെറിയ ജീവിക്ക് ഒരു കടമ നിർവഹിക്കാനുണ്ട്. പക്ഷേ പോകുന്നതിന് മുൻപ് അവർ ഉടൻ വീണ്ടും കാണുമെന്ന് അവൻ വാക്ക് നൽകുന്നു. കോളനി ഏതാണ്ട് നശിച്ചു പോവുകയും കറുത്ത ഉറുമ്പുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുകയും ചെയ്തപ്പോൾ തങ്ങളുടെ ലേഡി ബഗ് സുഹൃത്ത് സഹായത്തിന് എത്തുന്നത് അവർ കേൾക്കുന്നു. അടുത്ത ദിവസം വൈകുന്നേരമായിരിക്കുന്നു. അതായത് യുദ്ധം തുടങ്ങിയിട്ട് 24 മണിക്കൂറിലധികമായിരിക്കുന്നു. തന്റെ നല്ല സുഹൃത്തിനെ അഭിവാദ്യം ചെയ്ത ശേഷം മാൻഡിബിളും സംഘവും എല്ലാ പടക്കങ്ങളും ഒരേ സമയം കത്തിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു. കരിമരുന്ന് പ്രയോഗങ്ങൾ ഉറുമ്പിൻകൂടിന് ചുറ്റും അതിവേഗം കറങ്ങാൻ തുടങ്ങുന്നു. ചിലത് ആകാശത്തേക്ക് പൊട്ടിത്തെറിക്കുന്നു. മനോഹരമായ ഒരു വെളിച്ചത്തിന്റെ പ്രദർശനം സൃഷ്ടിക്കുന്നു. എന്നിരുന്നാലും അവയിൽ മിക്കതും തിരികെ വരികയും ചുവന്ന ഉറുമ്പുകളോടൊപ്പം പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. തീയുണ്ടാകുകയും ചൂട് കാരണം കീടനാശിനി പൊട്ടിത്തെറിക്കുകയും കൂടുതൽ ആക്രമണകാരികളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ ബ്യൂട്ടറിനും അവന്റെ സൈനികർക്കും പിന്തിരിഞ്ഞോടുക എന്ന ഒരേയൊരു ഓപ്ഷനേ ഉള്ളൂ. ഇപ്പോൾ പ്രശ്നം ആ തീ കെടുത്തുക എന്നതാണ്. കാരണം യുദ്ധം അവസാനിച്ചതിന് ശേഷവും തീ തുടരുന്നു. ഭാഗ്യവശാൽ കാട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട മനുഷ്യർ തീയണയ്ക്കാൻ ഒരു വിമാനം അയക്കുന്നു. എല്ലാ പ്രാണികൾക്കും അതിജീവിക്കാൻ കഴിയുന്നു. അടുത്ത ദിവസം രാവിലെ ഉറുമ്പുകൾ അവരുടെ മാളത്തിൽ നിന്ന് പുറത്തു വരികയും തങ്ങളുടെ കോളനിയുടെ അവശേഷിപ്പുകളിലേക്ക് വിഷമത്തോടെ നോക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിന് ശേഷം ആഴ്ചകൾ കടന്നുപോയി. ഇപ്പോൾ ലേഡി ബഗിന് സ്വന്തമായ ഒരു കുടുംബമുണ്ട്. തന്റെ കുടുംബത്തിലെ എല്ലാവരെയും പറക്കാൻ അവൻ പഠിപ്പിക്കുന്നു. ലേഡി ബഗ് എപ്പോഴും സ്വപ്നം കണ്ടതുപോലെ അവരെല്ലാവരും ഒരു പൂച്ചെടിക്ക് മീതെ പറക്കുന്നു. അതേസമയം ഉറുമ്പുകൾ ഉറുമ്പിൻകൂട് പുനർനിർമ്മിക്കുന്നതിൽ കഠിനമായി പരിശ്രമിക്കുകയാണ്. കാരണം അധികം വൈകാതെ ശീതകാലം വരും. അവർ തയ്യാറെടുക്കേണ്ടതുണ്ട്. അവർ ഒരുമിച്ച് കടന്നുപോയ എല്ലാ കാര്യങ്ങൾക്കും ശേഷം മാൻഡിബിളും ലേഡി ബഗും മികച്ച സുഹൃത്തുക്കളായി തുടർന്നു. പിന്നീട് ഒരിക്കലും അവർ വേർപിരിഞ്ഞില്ല. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നി? താഴെയുള്ള കമന്റുകളിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂടുതൽ സിനിമാ സംഗ്രഹങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത